ജെക്കിറുകളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. തമിഴ്നാട്ടിലെ വിജയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ DMKയും AIADMKയും ഒരുമിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കി പുറത്തുനിന്ന് പിന്തുണയ്ക്കാനാണ് DMK ആലോചിക്കുന്നതെന്നാണ് നിരവധി മാധ്യമങ്ങളിൽ തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ TVKയുടെ മുഴുവൻ MLAമാരും രാജിവെക്കുമെന്ന് നേതാവ് വിജയ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. 108 സീറ്റുകൾ നേടിയ TVK കേവല ഭൂരിപക്ഷത്തിന് വെറും 10 സീറ്റ് അകലെയാണ്. അതിലിപ്പോൾ 5 സീറ്റ് കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്, എങ്കിലും 5 MLAമാരുടെ കുറവുണ്ട്. എന്നാൽ AIADMK പിന്തുണ നൽകുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ലെന്നാണ് DMK പറയുന്നത്. അപ്പോൾ മെയ് 10 വരെ വിജയ്ക്ക് സമയം കൊടുത്തുകൊണ്ടുള്ള ഗവർണറുടെ തീരുമാനത്തിൽ പാർട്ടി മാനിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ DMKയുടെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AIADMK BJPയിൽ നിന്ന് ബന്ധം വിട്ട് പുറത്തോട്ട് വരണം. എങ്കിൽ DMK പുറത്തു നിന്നുകൊണ്ട് AIADMKനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവരുടെ നേതാവിനെ അവർക്ക് മുഖ്യമന്ത്രിയാക്കാനും സാധിക്കും. ആ ഒരു തീരുമാനത്തിലാണ് DMK. വിടുതലൈ ചിരുതൈകൾ കക്ഷി പോലുള്ള ചെറിയ സഖ്യകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം പോലുള്ള അധിക നിബന്ധനകളോടെ ബാഹ്യ പിന്തുണ പരിഗണിക്കാമെന്നാണ് DMK പറയുന്നത്. അപ്പോൾ വിജയ് ഒരു ഭാഗത്ത് സഖ്യം രൂപീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഒരു നീക്കം. VCKയും ഇടതു പാർട്ടികളും DMKയിൽ ഉറച്ചു നിന്നതോടെയാണ് TVK വഴിമുട്ടി നിൽക്കുന്നത്. അതേസമയം 4 സീറ്റുള്ള ഇടതുപക്ഷം DMK AIADMK സഖ്യത്തെ അനുകൂലിക്കുമോ എന്ന് കണ്ടറിയേണ്ടി വരും. സ്ഥാപിതമായ രീതികളും കീഴ്വഴക്കങ്ങളും പാലിക്കണമെന്ന സർക്കാർ രൂപീകരണത്തിന് ആദ്യം വിജയെ ക്ഷണിക്കണമെന്നും CPI ജനറൽ സെക്രട്ടറി D രാജ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ കമലഹാസനും പ്രകാശ് രാജും ഉൾപ്പെടെ ഒരുപാട് പേരായി ഇപ്പോൾ ഇതേ ഒരു സംഭവം ആവർത്തിക്കുന്നത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയെ മന്ത്രിസഭ രൂപീകരിക്കാൻ ഗവർണർ വിളിക്കണം എന്നുള്ള ഒരു ആവശ്യം പല ഉന്നത നേതാക്കളിൽ നിന്നും ഇപ്പോൾ പോസ്റ്റായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ DMK AIADMK കരാറിനെ കുറിച്ച് അറിയില്ലെന്നാണ് നമ്മുടെ രാജ പറയുന്നത്. അപ്പോൾ DMK AIADMK സഖ്യകക്ഷികൾ തമ്മിൽ ധാരണയായാൽ 120 പേരുടെ കരാറായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. വിജയുടെ ഉയർച്ച ദ്രാവിഡ പാർട്ടികളെ ഏറെക്കാലം അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്നുള്ള ഒരു ആശങ്കയാണ് മുന്നണിക്ക് പിന്നിലെ ഇതേപോലുള്ളൊരു കാരണം വരുന്നത്. അതായത് മറ്റൊരു MGRനെ ഇനി ഇവിടെ വളർത്താൻ സമ്മതിക്കില്ല എന്നുള്ളൊരു പറയാതെ പറയുന്ന ഒരു അഭിപ്രായമാണത്. 1977-87 കാലഘട്ടത്തിലെ MGR മരിക്കുന്നത് വരെ DMK അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിജയുടെ വളർച്ച തടയാനായിട്ട് ഉദയാനിധി സ്റ്റാലിൻ്റെ ബുദ്ധിയിലാണ് DMK AIADMK സഖ്യ ആശ്രയം ഉടലെടുത്തതെന്നും പറയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദശകത്തിലെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അണ്ണാ DMKയും ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഓരോ ദിവസവും ഓരോരോ ട്വിസ്റ്റുകളാണ് രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയെ വെല്ലുന്ന ഒരു ക്ലൈമാക്സ് ഇതിനുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.